വില കൂടിയ പുസ്തകങ്ങൾ. ശാസ്ത്രം പ്രേമിക്കാൻ 100 വഴികൾ. എന്താ ചെയ്ത്? നീയല്ലേ പറഞ്ഞത് പ്രേമിക്കാൻ അറിയാൻ മേലെന്ന്? അതിന് ഇത് കാണാപ്പടം പഠിച്ചിട്ട് പ്രേമിച്ചോ? നീ അങ്ങോട്ട് ബാർബർ ഷോപ്പിലേക്ക്. വേണ്ട, നീ ഇരുന്ന് പഠിക്കാം, ഞാൻ പോയി പഠിക്കാം. ഈശ്വര. സമർപ്പണം. പ്രേമ സാക്ഷാത്കാരം നടത്താൻ കഴിയാതെ ആത്മഹത്യ ചെയ്ത കാമുകന്മാർക്ക് തുടക്കത്തിലെ അപശകുനാണല്ലോ ഈശ്വര. നാരികൾ നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്ന് കവിഭാവനയുണ്ടെങ്കിലും നാരികൾ വിശ്വവിപത്തിന്റെ നാരായ വേരുകൾ എന്ന് കവിഭാവനയുണ്ടെങ്കിലും ഒരു തരണീമണിയുടെ അങ്കലാവണ്യം കണ്ട് ആകർഷനാകാത്ത പുരുഷനല്ല. ഒരു തരണീമണിയുടെ അങ്കലാവണ്യം കണ്ട് ഞാൻ MA-ക്ക് പ്രൈവറ്റ് ആയിട്ട് പഠിക്കാനമ്മേ. പ്രേമിക്കാൻ 100 വഴികൾ. ഇത് അച്ഛൻ വാങ്ങിച്ചെന്നാ. ഞാൻ MA-ക്ക് പഠിച്ചോണ്ടിരിക്കുക, അച്ഛൻ ഡബിൾ MA കഴിഞ്ഞു. കുഞ്ഞ പഠിക്കാൻ സമ്മതിക്കടി. ഇതെന്താ ഇത്? ഇന്നു മുതൽ നിന്റെ വസ്ത്രധാരണത്തിൽ സമൂലമായൊരു മാറ്റം ഉണ്ടാകണം. കണ്ണ് കാണാൻ പറ്റില്ല അച്ഛാ. അങ്ങോട്ട് പൊക്കി വെക്കണം. നിന്റെ കണാവണം നടപ്പുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റണം. പിന്നെ എങ്ങനെ നടക്കണം? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ. അച്ഛനും മോനെ എന്തിനുള്ള പുറപ്പാടാ? അങ്ങനെ ചോദിക്കാമേ. നീ ആ കുഞ്ഞുമോളെ എന്റെ മരുമോളാക്കാൻ സമ്മതിക്കത്തില്ലല്ലേ? അതേ കേട്ടോ, അതേ കേട്ടോ. അച്ഛൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഡ്രസ്സിങ്ങിനൊക്കെ എന്റേതായിട്ടുള്ള ഒരു സ്റ്റൈലുണ്ട്. പിന്നെ അതൊക്കെ പ്രദർശിപ്പിച്ച് ഷൈൻ ചെയ്യണ്ടെന്ന് കരുതിയാ ഇത്രയും നാൾ ഒതുങ്ങി കഴിഞ്ഞത്. അതൊക്കെ ശരി. ഈ കാലിന് എന്ത് പറ്റി? ആണുരോഗം വരും കേട്ടോ. സുനന്ദയുടെ ഓരോ. അയ്യോ, ചക്രോനെ കണ്ടപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. അപ്പൊ എന്നെ ഓർക്കാറുണ്ടല്ലേ? പിന്നെ ഇപ്പൊ ഓർക്കാൻ എന്ത് പറ്റി? പാടത്തൊരു നോക്കൂറ്റി നിർത്തണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ഈ വേഷത്തിൽ ചക്രു അവിടെ നിന്നാ കാക്ക വരില്ലായിരുന്നു. ഈ ബനീനും തൊപ്പി അച്ഛന് തന്നെ കൊടുത്തേക്കാം. ഇതിട്ടോണ്ട് പോയി അങ്ങനെ ചിരക്കട്ടെ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. ഇതെന്റെ സ്വന്തം ഡ്രസ്സൊന്നുമല്ല. ഞങ്ങളുടെ ചിന്താമണി ക്ലബിന്റെ വാർഷിക ആഘോഷത്തിന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന മണ്ടൻ പൂവാറിന്റെ ഫാൻസി ഡ്രസ്സിന്റെ വേഷം. എങ്ങനെയുണ്ട്? അമ്മാവൻ നിനക്കെന്ത് പറ്റി? ഒന്നുമില്ല. ഇതാണല്ലോ പണി. തത്ത, പക്ഷിശാസ്ത്രം, ഇതൊക്കെ വെറും ചീപ്പ് നമ്പറല്ലേ അച്ഛാ? അല്ല, അച്ഛന്റെ സ്റ്റാൻഡേർഡ് ഓക്കെ. ഞൊട്ടിഞ്ഞാൻ. പിന്നെ ഞാൻ അവിടെ ചെന്ന് പറയേണ്ടതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾക്ക് ഓർമ്മ അവിടെ പറഞ്ഞാൽ മതി. പിന്നെ നീ അവിടെ എങ്ങനെയാ കേറാൻ പോകുന്നേ? നേരെ അങ്ങോട്ട് കയറി ചെന്നാ പോരെ? അയ്യോ, വിവരം കെട്ടവനെ. നീ പറമ്പിക്കടെ പോയിട്ട് മതിലിയാണ്, എന്നിട്ട് റോഡേ വന്നിട്ട് പ്രധാന ഗേറ്റ് കൂടെ അകത്തോട്ട് കയറാം. എടാ, നീ കുളവാക്കരുത്. അച്ഛൻ ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് കുളമാവുന്ന പേടി. ഒന്നും ആകത്തില്ല. പൊയ്ക്കോ. பார்க்கலாம், கிளி ஜோசியம் பார்க்கலாம். அம்மா, முகலட்சணம் பார்த்து சொல்லாமா? ஒண்ணும் வேண்டாம், அப்படி சொல்ல கூடாதம்மா. ஸ்நேகத்தில் இருக்கிற அயல்கார் சண்டை போட்டது உங்க முகத்தை பார்த்தா தெரியும். நான் சொல்றது சத்தியமா இருந்தா மட்டும் எனக்கு காசு கொடுத்தா போதும் அம்மா. அம்மா, உங்களை சொல்லி ஒரு பாவം മനുഷ്യൻ നീരി നടക്കുന്നുണ്ട്. ഉങ്ക കല്യാണ വിഷയം ഒരു പ്രശ്നമായിട്ടുണ്ട് ഈ നാട്ടിൽ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അയാൾ തന്നെ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടും. അതുകൊണ്ട് അയാളുടെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യക്കൂടാതമ്മ. അയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണോ? സത്യമാണ്. അയാൾ എന്നെ കെട്ടുമെന്ന് ഉറപ്പാണോ? അവൻ ரொம்ப நல்லவன், பச்சை குழந்தை மாதிரி, தங்கமான மனிதன். உங்களை ஜீவனை போல காதலிக்கிற ஆளு. கடவுள் விசாரிச்சால் போலும் அம்மாவுக்கு வேற கல்யாணம் நடக்காது. நீ அவரை கல்யாணம் கழிச்சுதான் ஆகணும். இல்லன்னா நான் இந்த காக்கால பணியை நிறுத்துவேன். வரட்டுமா? ദക്ഷിണ ഒന്നും വേണ്ടേ? அது உங்க கல்யாணத்துக்கு அப்புறம் நான் வந்து வாங்குறேன். ആട്ടെ, ഇതൊക്കെ പറയാൻ അയാൾ നിങ്ങൾക്ക് എത്ര കാശ് തന്നു? അയ്യോ, ഗുരുവായൂരപ്പ സത്യമായിട്ടും ചക്രവാണി ഒരു പൈസ എനിക്ക് തന്നില്ല.
മാല. ഓ താങ്ക്സ്. ഇതാണ് നമ്മുടെ പ്രൊപ്പറേറ്റർ ഗുണശേഖരൻ മുതലാളി. ഓഹോ ഐ ആം RI ജപ്പാൻ FRCS. താങ്ക് യു. താങ്ക്സ്. ഹോപ്പ്ലെസ് പ്ലേസ്. ഒരു പട്ടിക്കാട് സ്ഥലമാണല്ലോ. സാരമില്ല, 1-2 ആഴ്ച കൊണ്ട് ഇവിടെ ഉള്ളവരെ ഞാൻ പട്ടണ പരിഷ്കാരികളാക്കിക്കൊള്ളാം. ഞാൻ ഇപ്പൊ കുടിച്ചല്ലേ? നിനക്കല്ല, ജപ്പാന്. ഏയ് എനിക്ക് വേണ്ട, ഞാൻ കുടി നിർത്തി. നിർബന്ധമാണെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ടാകാം. ഒരു ഫുൾ ബോട്ടിൽ ആനമൈക്ക് എഴുതിക്കൊള്ളൂ. അത് ഞാൻ ഏറ്റു. ഓഹോ, ഇത് അവന്റെ കടയാണല്ലേ? ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ. ജപ്പാന്റെ ഒറ്റക്ക് പോയാൽ മതി, ഞങ്ങൾ അത്ര രസത്തിലല്ല. അല്ലെങ്കിലും ശത്രുക്കളെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഇഷ്ടം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ 10 ആളുകളായിട്ട് അങ്ങോട്ട് വന്നോളൂ. എന്തു പറ്റി? ആഴത്തിൽ ഉറുമ്പുണ്ട് കേട്ടോ. കണ്ടിട്ട് ആളൊരു മിടുക്കനാണ് തോന്നല്ലേ? സംശയമുണ്ടോ? ആള് നല്ല മിടുക്കനാ, എന്നെ പോലെ സ്മാർട്ട്. ഇതിലും കുറച്ചാ വൃത്തിയേടായിരിക്കും, അതുകൊണ്ടാ. കല്യാണം എന്നാ? നീ വിഷമിക്കാതിരിക്കെ, അലവലാദികൾ എല്ലാ സ്ഥലത്തും കടന്നു വരും. അത് കാര്യമാക്കാനില്ല. ഹലോ ബാർബറിയൻ ബ്രദർ, എനിക്ക് 2 പേരുടെ കട്ടിങ് ഇവിടെ ഉണ്ട്. ഞാൻ കട്ടിങ്ങിന് വന്ന പിന്നെ? ഐ എം RI ജപ്പാൻ FRCS. FRCS? അതെ, ഫീമെയിൽ റവല്യൂഷണറി കോസ്മെറ്റിക് സർവീസസ്. ഈ കവലയിൽ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വന്നതാണ്. വന്നപ്പോ സ്ഥലത്തെ പ്രധാനപ്പെട്ട ബാർബറെ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി. സന്തോഷം. ഇവിടെ ഷേവിംഗ് റേസേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോ? ഇവിടെ കത്തിയാണ് ഉപയോഗിക്കാറുള്ളത്. കത്തി സ്റ്റെറിലൈസ് ചെയ്യാറുണ്ടോ എന്നാ ചോദിച്ചത്. ഇല്ല. എങ്കിൽ ഈ ക്നാപ്പിലൂടെ എയ്ഡ്സ് പകരും മിസ്റ്റർ. ശരിയാ, ഈ ക്നാപ്പ് വെച്ച് ഞാൻ ചേട്ടനെ ഷേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് എയ്ഡ്സ് വരാൻ സാധ്യതയുണ്ട്. അതെ. ഒന്ന് എഴുന്നേറ്റ് ബഹുമാനിക്ക്. എന്റെ ബ്യൂട്ടി പാർലറിൽ പരിപൂർണ അണുവിമുക്തമായ ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് ഷേവിംഗ്, കമ്പ്യൂട്ടർ കട്ടിംഗ്, സൊഫിസ്റ്റിക്കേറ്റഡ് ഹെയർ റൂമിംഗ്, കോംപ്ലിക്കേറ്റഡ് കോമ്പാക്ട് പ്രഷർ ബ്ലീച്ചിങ്, ഫേഷ്യലിംഗ് ആൻഡ് ഫിനിഷിംഗ്. അങ്ങനെ സൗന്ദര്യ ശാസ്ത്ര രംഗത്തെ അതിനൂതനമായ സങ്കേതങ്ങളും സമ്പ്രദായങ്ങളുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ദ്രവിച്ച കത്തിയൊന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല. അവിടെ പ്രത്യേകിച്ചൊരു കത്തിയുടെ ആവശ്യമില്ലല്ലോ, ബില്ല് തന്നെ ഒരു കത്തിയാണല്ലോ, പിന്നെ നിങ്ങളും ഉണ്ടല്ലോ. സംസാരം അതിനെ കിടക്കുന്നു. ഒരു ചീപ്പ് ബാർബറായ നീ ഒരു ബ്യൂട്ടീഷ്യനോട് മാന്യമായിട്ട് സംസാരിക്കണം. എന്റെ കടയിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ, ഈ തല ഞാൻ മൊട്ടയടിച്ചു വിടും. നിന്റെ തന്തയുടെയും ചെരപ്പ് നിർത്തി തെണ്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് തെണ്ടി തലച്ച് ജപ്പാനല്ല, കേട്ടോ തെണ്ടി. പോട്ടെ. ശരി. എന്തായി? തുടക്കം ഗംഭീരമായി. ഞാൻ അവനെ ശരിക്കും റാഗ് ചെയ്തു. നന്നായി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിന് ശേഷം. എന്തൊക്കെയുണ്ട് ഐറ്റംസ്? നല്ല നാടൻ കോഴിയും പോത്തിറച്ചി. ഓക്കെ. പിന്നെ പച്ചക്കറി മുതൽ വെജിറ്റബിൾസ് വരെ വേറെ. ഓക്കെ. ഓ പ്രിയേ പ്രിയേ നീ കൂടെ പറണ്ട. പ്രിയേ പെണ്ണ് കാണാൻ വരുന്ന കക്ഷികളാണെന്ന് തോന്നുന്നു. ഇവരെ ഞാൻ മാനേജ് ചെയ്തോളാം. പശുവിന്റെ പാർട്ടി വരുമ്പോ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. ചിട്ടി കമ്പനി നടത്തുന്ന ഗുണശേഖരന്റെ വീട്ടിലേക്കല്ലേ? അതെ. ഞാൻ അദ്ദേഹത്തിന്റെ അനന്തരവനാ. പതുക്കെ വഴി തെറ്റണ്ടാന്ന് കരുതി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാ. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. കുട്ടിയുടെ അച്ഛനില്ലേ? അച്ഛൻ തൊഴുത്തിലുണ്ട്. അതെയോ? നിങ്ങൾ അകത്തോട്ട് കയറി, ഞാൻ ഇപ്പൊ വരാം. പാസ്വേട്ടാ, ഇതാര് ചക്രുവാ? പശുവിനെ വാങ്ങാനുള്ള പാർട്ടികൾ വന്നിട്ടുണ്ട്. ഞണ്ട് ഇത്തിരി തിരക്കിലായതുകൊണ്ട് എന്നെ കൂട്ടി വിട്ടതാ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചോണം. അത് ഞാനേറ്റു. പിന്നെ വന്നിരിക്കുന്ന പാർട്ടികൾ അല്പം പുങ്കന്മാരാ, സൽക്കാരപ്രിയരും. അതുകൊണ്ട് മോളുടെ അടുത്ത് കുറച്ച് ചായയൊക്കെ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞ അവർ ഹാപ്പി ആയിട്ട് പശുവിനെ ഏത് എന്താ ഇവിടെ ഇരുന്ന് കളഞ്ഞത്? പിന്നാമ്പുറത്തേക്ക് വന്നാൽ മതിയായിരുന്നല്ലോ. അതെ, പുള്ളി ആള് വളരെ സോഷ്യലാ. മോളെ ചായ ഇങ്ങെടുത്തെ. സുനന്ദിനിയെ കാണാൻ ഇന്നലെ ഒരു പാർട്ടി വന്നിരുന്നു. അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ തുകയുടെ കാര്യത്തിൽ അല്പ പിശകി, അത്രേ ഉള്ളൂ. ചായ അവര് ചായ വന്നു. വിവരങ്ങളൊക്കെ ചക്രു പറഞ്ഞു കാണുമല്ലോ. 2 വർഷം മുമ്പ് ഒന്ന് പ്രസവിച്ചതാ. പ്രസവത്തോടുകൂടി കുട്ടി ചത്തുകയും ചെയ്തു. എന്നീ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? പിന്നെ പറയുമ്പോ എല്ലാം തുറന്ന് പറയണമല്ലോ. ഒറ്റയ്ക്ക് വിട്ട പ്രശ്നമാണ്. എന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചിട്ടേ വരൂ. ഇന്നാള് പറമ്പിൽ വെച്ച് അപ്പുറത്തെ കുര്യാക്കോസുമായിട്ട് അവസാനം കുര്യാക്കോസ് ഉടുതുണിയില്ലാതെ ഓടിയത്. അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞങ്ങൾക്ക് വിഷമില്ലാഞ്ഞിട്ടല്ല. ഈ കാണുന്ന സ്വത്ത് മുഴുക്കെ അവളെ അവളുടെ തള്ളയും വെച്ച് ഞാൻ ഉണ്ടാക്കിയതാ.
തള്ള ചത്തുപോയി, ഇദ്ദേഹത്തിന്റെ ആരോഗ്യം പോയി. ഇപ്പോ സുനന്ദയാണ് ഈ വീട്ടിലെ ഏക വരുമാനം. ഉള്ളത് പറയാലോ, അവളെ കൊണ്ട് നിങ്ങൾക്കും 10 കാശുണ്ടാക്കാം. നിങ്ങൾ ഇത്ര മാറിയാണ് ഞങ്ങൾ അറിഞ്ഞില്ല. ആരാണ് മാറി? നീ ഒന്ന് പോക്കത്തരം പറഞ്ഞാലുണ്ടോ ആർച്ച് നിന്റെ സംസാരിക്കാൻ അല്ല ചേട്ടാ, പശുവിനെ വെച്ച് 10 കാശുണ്ടാക്കുന്ന ചെറ്റത്തരാണോ? നമ്മുടെ പശുവിന് അവന് കൊടുക്കുന്നില്ല. അത് തന്നെ. ഇനി ഒരു വഴിയുണ്ട്. ഇത് അവസാനത്തെ കയ്യാ. എന്ത്? നീ സുനന്ദയുടെ കൈ കൊണ്ട് ഒരു അസലടി വാങ്ങണം. പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാനോ? നീ എന്തായി പറയുന്നത്? തല്ലു വാങ്ങിയാലെന്താ? ഞാനത്ര വാങ്ങിച്ചിരിക്കുന്നു. ഒരു കാര്യം നടക്കണമെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. ഭാര്യയാകാൻ പോകുന്ന പെണ്ണിന്റെ കൈ കൊണ്ടല്ലേ തല്ലുകൊള്ളുന്നത്? അതൊരു അന്തസ്സല്ലേ? അതെ, ഭാര്യയായി കഴിഞ്ഞ് അവർ നിന്നെ തല്ലില്ലാന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ. അവളുടെ കയ്യിൽ നിന്ന് തല്ല് കൊള്ളുന്നു എന്ന് തന്നെ വെക്കുക. അതോടെ അവൾ കൂടുതൽ അകന്നു പോവുകയല്ലേ ഉള്ളൂ. ഇല്ല, നിന്നെ തല്ലിയതിന്റെ കുറ്റബോധം സുനന്ദയെ വേട്ടയാടും. ബാർബർ ഷോപ്പ് സ്വന്തമായിട്ടുണ്ടെങ്കിലും സ്വന്തം താടി വടിക്കാതെ നീ നടക്കുന്നു. രാത്രികാലങ്ങളിൽ വിരഹ ഗാനങ്ങൾ പാടുന്നു. അവസാനം സുനന്ദ വന്ന് പറയുന്നു, ചക്രേട്ടാ ഞാപ്പ് ഞാപ്പ്. നീ തിരിച്ചും പറയുന്നു. അവസാനം പ്രേമം മുറ്റിടുന്നു. അത്രയുള്ള കാര്യം. പക്ഷെ ഞാൻ എന്തൊക്കെ വഴക്ക് പറഞ്ഞാലും സുനന്ദ എന്നെ തല്ലുമെന്ന് തോന്നുന്നില്ല. ഒരു പെണ്ണിന്റെ തലമുള്ളവരാണ് മാർഗമില്ലാത്തത്. അനുഭവമുള്ളവർ പറഞ്ഞു തരും. പറഞ്ഞു കൊടുക്കണം. ഞണ്ടേ പല മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ സുനന്ദയുടെ മുഖത്ത് നോക്കി അവളുടെ തന്തക്കും തള്ളക്കും പുളിച്ച തെറി പറയുക. അത്രയ്ക്ക് സംസ്കാരമില്ലാതെ പെരുമാറാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതെ അതെ, നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സംസ്കാരമുള്ളതായിരിക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യാം, സുനന്ദ വരുന്ന വഴി ചക്രവാണി തുണിപൊക്കി കാണിക്കണം. ചക്രു പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്കേ സുനന്ദയുടെ ബ്ലൗസ് വലിച്ചേറിയാലോ? എടാ, നീ അവിടെ ബഹളം ഉണ്ടാക്കേണ്ടിരിക്കും. ഇരിക്കാൻ എന്താ മൂത്രം ഒഴിക്കാൻ പോണോ? മൂത്രമൊഴിക്കാനല്ല, ഞാൻ ആലോചിക്കട്ടെ. വേണ്ട, നീ അവളുമായി ആത്മാർത്ഥമായിട്ടൊന്ന് സംസാരിക്കണം. എന്നിട്ട് പറയണം, നിന്റെ നാവ് കൊണ്ട് എന്നെ പ്രേമിക്കുന്നു എന്ന് പറയാതെ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാനെന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാ പോരെ? ഒന്നെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി. പക്ഷെ അവള് പറയാതെ നീ കൈയെടുക്കരുത്. ഒന്നുകിൽ അവൾ നിന്നെ പ്രേമിക്കും, അല്ലെങ്കിൽ അടി ഉറപ്പാ. ഒരു റിഹേഴ്സൽ ഞാൻ കാണിച്ചു തരാം. നീ സുനന്ദ, ഞാൻ ചക്രവാണി. അതായത് നീ. സുനന്ദ വാ, നടന്നു വാ, നടന്നു വാ. സുനന്ദേ, വിടില്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഞാൻ. ടാക്സി വിളിക്കണം.